അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പല ഫ്ലേവറിലുള്ള പൈനാപ്പിൾ ജ്യൂസിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ഇപ്പോൾ നോമ്പ് കാലമൊക്കെ ആണല്ലോ, അപ്പോൾ നമുക്ക് ചിലപ്പോൾ ഡെയിലി പൈനാപ്പിൾ ജ്യൂസൊക്കെ ഇരിക്കും. അപ്പോൾ ദിവസം ഒരു ഫ്ലേവറിൽ തന്നെ നമ്മൾ ഈ പൈനാപ്പിൾ ജ്യൂസ് കുടിക്കുമ്പോൾ നമുക്ക് മടുപ്പ് തോന്നും. അപ്പോൾ നമ്മൾ വ്യത്യസ്ത രുചികളിലൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് മടുപ്പ് തോന്നുകയില്ല, നല്ല ടേസ്റ്റായിരിക്കും, എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ നമുക്കതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് പൈനാപ്പിൾ അരിഞ്ഞതിട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് ചെറുനാരങ്ങയുടെ തൊലി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ പഞ്ചസാര, പിന്നെ ആവശ്യത്തിന് വെള്ളവും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചെറുനാരങ്ങയുടെ തൊലിയൊക്കെ ഇടുമ്പോൾ ചേർത്ത് ചെത്തിയ തൊലിയാവരുത്, കയ്പുണ്ടാവും. അതിൻ്റെ വൈറ്റ് പാർട്ട് വരാതെ നൈസായിട്ട് ചെത്തിയിരിക്കണ തൊലിയായിരിക്കണം. അപ്പോൾ ഇതെല്ലാം ഇട്ട് ഞാൻ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊരു അരിപ്പയിലേക്ക് ഒഴിച്ച് അരിച്ചെടുക്കുകയാണ്. അപ്പോൾ ഒരു ഐസ് ക്യൂബൊക്കെ ഇട്ട പാത്രത്തിലേക്കാണ് ഇത് അരിച്ചൊഴിക്കുന്നത്. അപ്പോൾ ഇത്രയും അതിൻ്റെ വേസ്റ്റാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇതിലേക്ക് കുറച്ച് ചെറുനാരങ്ങയുടെ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചെറുനാരങ്ങയുടെ തൊലി ഇട്ടത് കൊണ്ട് ചെറുനാരങ്ങയുടെ ജ്യൂസ് വേണമെങ്കിൽ ഒഴിച്ചാൽ മതി, അല്ലെങ്കിൽ നമുക്ക് നോമ്പൊക്കെ ഇല്ലേ അത് വേറെ നാരങ്ങ വെള്ളമായിട്ട് കലക്കിയെടുക്കാം. ഇനി അടുത്തതായിട്ട് പൈനാപ്പിൾ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇതേപോലെ തന്നെ മിക്സിയുടെ ജാറിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു 1/4 കപ്പ് തേങ്ങയും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ 2 ഏലക്കയും ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തേങ്ങാപ്പാൽ എടുക്കുന്നതിന് പകരമാണ് തേങ്ങ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ പൈനാപ്പിൾ അരിച്ചെടുക്കാനുള്ള കാരണമാണ് തേങ്ങ ഇട്ട് കൊടുത്തത്, അല്ലെങ്കിൽ തേങ്ങാപ്പാലും മതി. ഇനി അതിലേക്കും ചെറുനാരങ്ങയുടെ തൊലി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച പൈനാപ്പിൾ ഇട്ട് കൊടുക്കുക. വേണമെങ്കിൽ അതിലേക്ക് കുറച്ച് ചെറുനാരങ്ങയുടെ ജ്യൂസും ഒഴിച്ചു കൊടുക്കുക. ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഇതെല്ലാം ഇട്ടിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അടിച്ചെടുക്കുക, എന്നിട്ട് അരിച്ചെടുക്കുക. അപ്പോൾ നമുക്ക് ജ്യൂസിന് എന്തോരം വെള്ളം വേണം അതനുസരിച്ച് വെള്ളം ഒഴിച്ചെടുത്താൽ മതി. അപ്പോൾ അതും അങ്ങനെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇഞ്ചിയൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ ഇഞ്ചിയൊക്കെ ഇട്ട് ഉണ്ടാക്കുന്ന പൈനാപ്പിൾ ജ്യൂസ് നമ്മൾ ഉണ്ടാക്കുമ്പോൾ തന്നെ കുടിക്കാൻ നല്ല ടേസ്റ്റായിരിക്കും. കുറച്ച് നേരം കഴിയുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് മാറുന്നുണ്ട്. അപ്പോൾ അത് ഇഷ്ടമില്ലാത്തവർക്ക് ഇഞ്ചി ഇടണ്ട കേട്ടോ. ഇഞ്ചി ഇഷ്ടമുള്ളവർക്ക് മാത്രം അതിട്ട് കൊടുത്താൽ മതി. അത് ഉണ്ടാക്കി അപ്പം തന്നെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. കുറച്ച് നേരം കഴിയുമ്പോൾ വേറൊരു ഫ്ലേവറാണ് വരുന്നത്. അപ്പോൾ ഇഞ്ചിയൊക്കെ ഇട്ട പൈനാപ്പിൾ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തത് ഞാൻ ഉണ്ടാക്കിയത്, നമുക്ക് ഇപ്പോഴത്തെ മിക്സിക്കൊക്കെ ഇങ്ങനത്തെ ഫ്രഷ് ജ്യൂസറാണല്ലോ ഉള്ളത്. അപ്പോൾ ജാറിൻ്റെ അകത്തേക്ക് ഫ്രഷ് ജ്യൂസറിൻ്റെ അരിപ്പ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ പൈനാപ്പിൾ ഇട്ട് കൊടുക്കുന്നുണ്ട്, ചെറുനാരങ്ങയുടെ തൊലി ഇട്ട് കൊടുക്കുന്നുണ്ട്, പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്, ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് വെള്ളം വേണമെങ്കിൽ ഒഴിച്ചെടുത്താൽ മതി, അല്ലെങ്കിൽ ഫ്രഷ് ജ്യൂസായിട്ട് എടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പൈനാപ്പിളൊക്കെ ജ്യൂസ് അടിക്കുമ്പോൾ നമ്മൾക്ക് നല്ല ലൂസായിട്ട് വേണമെങ്കിൽ അധികം വെള്ളം ഒഴിക്കുക, അല്ലെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചെടുത്താൽ മതി, അല്ലെങ്കിൽ ഫ്രഷ് ജ്യൂസായിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ ഇതെല്ലാം ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇതേപോലത്തെ ഫ്രഷ് ജ്യൂസർ അടിക്കുന്ന ജാറിൽ അടിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് വേറെ അരിപ്പയിലേക്ക് ഒഴിച്ച് അരിച്ചെടുക്കണ്ട, അതിലുള്ള അരിപ്പയിൽ തന്നെ അരിച്ച് കിട്ടും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിൽ ചെറിയൊരു ഹോളുണ്ട്, അതിൽ കൂടെ ബാക്കിയുള്ള പൈനാപ്പിളൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് അരിക്കേണ്ട ആവശ്യമില്ല, അരിച്ച് ആണ് നമുക്ക് റെഡിയായി കിട്ടിയിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ക്യാരറ്റ് അടിച്ചിടുന്നുണ്ട്. അപ്പോൾ പൈനാപ്പിൾ അടിച്ചെടുത്ത ജാറിലേക്ക് തന്നെ കുറച്ച് ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ക്യാരറ്റ് ഇട്ട് കൊടുക്കുമ്പോൾ പ്രത്യേകിച്ച് വെള്ളം വേണ്ട, പൈനാപ്പിളിൻ്റെ ജ്യൂസൊക്കെ കുറച്ച് അതിലുണ്ടാവും. അപ്പോൾ അതിൽ കിടന്ന് ക്യാരറ്റ് ജ്യൂസായി കിട്ടിക്കോളും.
അപ്പോൾ നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ ഇടയ്ക്ക് സ്റ്റക്കായിട്ടുണ്ടെങ്കിൽ ഇതേപോലത്തെ ഒരു സ്റ്റിക്ക് വെച്ചിട്ടൊന്ന് കുത്തി കൊടുക്കാം. അപ്പോൾ ക്യാരറ്റ് ജ്യൂസായി വന്നിട്ടുണ്ട്. അതും ഇതിൻ്റെ കൂടെ ഒന്ന് മിക്സ് ചെയ്യാണ്. അപ്പോൾ ക്യാരറ്റ് പൈനാപ്പിൾ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ചെറുനാരങ്ങയുടെ ജ്യൂസ് ഒഴിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അടുത്തതായിട്ട് നമുക്ക് വെള്ളമൊന്നും ചേർക്കാതെ വേറെ ഫ്ലേവറിന് വേണ്ടിയിട്ട് വേറെ ഒന്നും ചേർക്കാതെ പൈനാപ്പിൾ നമുക്ക് ഫ്രഷ് ജ്യൂസായിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫ്രഷ് ജ്യൂസിൻ്റെ ജാറിലേക്ക് പൈനാപ്പിൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് പഞ്ചസാരയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. വേറെ വെള്ളം ഒഴിച്ച് കൊടുക്കണില്ല. ചെറുനാരങ്ങയുടെ തൊലി ഇട്ട് കൊടുക്കണില്ല. വെള്ളമൊന്നും ചേർക്കാതെ ഫ്രഷ് ജ്യൂസായിട്ടാണ് അടിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം കുറച്ച് പൈനാപ്പിൾ ഇട്ട് കൊടുത്തിട്ട് പിന്നെ കുറച്ചായിട്ട് അതിൻ്റെ മുകളിലുള്ള ഹോളിക്കോൺ നമ്മൾ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അത് നല്ല തിക്കായിട്ടുള്ള ജ്യൂസാണ് നമുക്ക് കിട്ടുന്നത്, വെള്ളമൊന്നും ചേർക്കാത്തത് കൊണ്ട്. അപ്പോൾ ഇതേപോലെ പൈനാപ്പിൾ ജ്യൂസൊക്കെ എപ്പോഴും ഒരേ ഫ്ലേവറിൽ കുടിക്കാതെ ഇതേപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റായിരിക്കും കേട്ടോ കുടിക്കാനായിട്ട്. അപ്പോൾ ഇഞ്ചിയൊക്കെ ഇഷ്ടമുള്ളവർ മാത്രം ഇട്ടാൽ മതി. ഇഞ്ചിയുടെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർക്ക് ഇഞ്ചി ഒഴിവാക്കാം കേട്ടോ. അപ്പോൾ എല്ലാ പൈനാപ്പിളും ഇതേപോലെ ഇട്ട് കൊടുത്ത് ഫ്രഷ് ജ്യൂസ് അടിച്ചെടുക്കുകയാണ്. അപ്പോൾ ഞാൻ നീളത്തിലല്ല പൈനാപ്പിൾ അരിഞ്ഞെടുത്തത്, ചെറിയ പീസായിട്ടാണ് അരിഞ്ഞെടുത്തത്. എല്ലാ പൈനാപ്പിളും അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഏകദേശം ഒരു 4 ഗ്ലാസ് ജ്യൂസൊക്കെ ഉണ്ടാവും. അപ്പോൾ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് തണുപ്പിന് വേണ്ടിയിട്ട് കുറച്ച് ഐസ് ക്യൂബൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പം 4 ഫ്ലേവറിലുള്ള പൈനാപ്പിൾ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ജ്യൂസ് ഒഴിക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും ഒട്ടും വെള്ളം ചേർക്കാത്ത ജ്യൂസാണെന്ന്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഫ്രഷ് ജ്യൂസ് അടിച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ അരിച്ച് വന്ന ബാക്കി പൈനാപ്പിളിലേക്ക് വേസ്റ്റാണ് കേട്ടോ അത്. പരിപ്പിൽ തന്നെ നമുക്കത് അരിച്ച് കിട്ടും. അപ്പോൾ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വീഡിയോയുടെ താഴെ കാണുന്ന ചുവന്ന കളറിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.